ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പ്രാഗിലാണ്. മധ്യ യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്ന ചെക്ക് റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് പ്രാഗ്. യൂറോപ്പിലെ ഏറ്റവും മനോഹരവും ചരിത്രപരമായി സമ്പന്നവുമായ നഗരങ്ങളിലൊന്നാണിത്. ഞങ്ങൾ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത് ഫ്രാങ്ക്ഫർട്ടിൽ നിന്നാണ്. ഇതേ ഞങ്ങളുടെ ബസ് വന്നു. ഞങ്ങൾ കുറച്ച് മലയാളികളായിട്ട് ബസ്സിലാണ് പോയത്. ബസ്സിൽ കയറിയപ്പോൾ തന്നെ ഞങ്ങൾ കിടന്നുറങ്ങി. അത് ഇനി രാവിലെ ഏറ്റപ്പോൾ കണ്ട കാഴ്ചയാണിത്. പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ബസ്സാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തി. രാവിലെ ആണെങ്കിൽ ഇഡ്ഡലിയും ചമ്മന്തിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ചമ്മന്തിക്ക് കുറച്ച് എരിവായിരുന്നു, അതുകൊണ്ട് മീനൂട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും എനർജിയായി. പിന്നെ ഞങ്ങളാണെങ്കിൽ എല്ലാവരെയും പരിചയപ്പെടാൻ തുടങ്ങി. ഞാൻ വന്നിട്ട് 8 മാസത്തോളായി. അങ്കമാലിക്ക് അടുത്തുള്ള മള്ളുശ്ശേരി എന്നുള്ള പറഞ്ഞ സ്ഥലത്ത് നിന്നുള്ള മാങ്ങയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അനുപേട്ടന്റെ അപ്പച്ചനൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യുന്നവരാണ്. അവര് വെക്കുന്ന രീതി മാങ്ങ നന്നായിട്ട് പൊളിയെടുത്ത് അതിൻ്റെ അകത്ത് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഇച്ചിരി നമ്മുടെ മല്ലിപ്പൊടിയും കൂടെ, അതിന്റെ കൂടെ ഒരു 1-2 ടീസ്പൂണ് തേങ്ങാപ്പാലും കൂടി തിരുമ്മി മാറ്റി വെക്കും. ഇപ്പൊ സ്കൂട്ടർ മെക്കാനിക്കായിട്ട് വർക്ക് ചെയ്യുന്നു ബോൾട്ടില്. പിന്നെ സോഫയിലാണ് ഇരിക്കുന്നതാണ് മെയിൻ ഹോബി. അവിടെ ഇരുന്ന് ഫോൺ സ്ക്രോൾ ചെയ്യുക, TV കാണുക, പിന്നെ നല്ല നല്ല ഫുഡുകൾ ഉണ്ടാക്കുക, കഴിക്കുക. ഞാൻ വന്നിട്ട് ഇവിടെ 3 മാസമായിട്ടുള്ളൂ. ഇവിടെ നാം കാണാൻ പോകുന്ന പ്രധാന സ്ഥലങ്ങൾ പ്രാഗ് കാസ്റ്റൽ, ലോകത്തിലെ ഏറ്റവും വലിയ പുരാതന കോട്ടകളിൽ ഒന്നാണ്. ഞങ്ങളിപ്പോൾ പ്രാഗിലെത്തി. നമുക്ക് പ്രാഗിലെ കാഴ്ചകൾ ഇവിടുന്ന് തുടങ്ങാം. നമ്മൾ ആദ്യമേ കാണാൻ പോകുന്ന ഒരു പള്ളിയാണ്. ഇവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിൽ എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നിന്ന് ഫോട്ടോ എടുത്തു. ഞങ്ങളാണെങ്കിൽ തിരിച്ചിറങ്ങി വന്നപ്പോൾ ഇവർ അരങ്ങാൻ നിൽക്കുമായിരുന്നു. ഞങ്ങൾ ഓർത്ത് ഇവരെങ്ങനെയാണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന്. എനിക്ക് മിനുവിന് 1 മിനിറ്റ് പോലും ഇങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. പ്രാഗ് കാസൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ പെട്ടതാണ്. ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രാഗിലുള്ള ഒരു കൊട്ടാര സമുച്ചയമാണ് പ്രാഗ് കാസിൽ. ചെക്ക് റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയും ജോലി സ്ഥലവുമാണിത്. 9-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ കൊട്ടാരം ബൊഹേമിലെ രാജാക്കന്മാർ, വിശുദ്ധ റോമൻ ചക്രവർത്തിമാർ, ചെക്കോസ്ലോവയുടെ പ്രസിഡന്റുമാർ എന്നിവരുടെ അധികാര കേന്ദ്രമായി വളരെ കാലമായി പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രാഗിലെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ ഒരു കത്തീഡ്രലാണിത്. സാധാ കത്തീഡ്രലിന്റെ ഫ്രണ്ടിൽ പ്ലെയിൻ ആയിട്ടല്ലേ കിടക്കുന്നത്, ബിൽഡിങ്ങിലൊന്നും ഇല്ലല്ലോ. ഇതിന്റെ ഫ്രണ്ടിലാണ് പ്രാഗ് കാസൽ സ്ഥിതി ചെയ്യുന്നത്. ഈ കത്തീഡ്രലിന്റെ ചുമരയിലും കഥകളിലും ഒക്കെ ബൈബിളിലെ കഥകളാണ് കൊത്തിവെച്ചേക്കുന്നത്. മതപരമായ സെറമോണികൾക്ക് പുറമെ ചെക്ക് രാജാക്കന്മാരുടെയും രാജ്ഞികളുടെയും കിരീടധാരണവും ഇവിടെ നടന്നിരുന്നു. നിരവധി പ്രഭുക്കന്മാരെയും ആർച്ച് ബിഷപ്പുമാരെയും അടക്കം ചെയ്ത സ്ഥലമാണ് കത്തീഡ്രൽ. ഞങ്ങൾ പള്ളിക്കകത്ത് കയറാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പള്ളിയിൽ കയറിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഈ കത്തീഡ്രൽ ഗോത്തിക് ശൈലിയിലാണ് പണിഞ്ഞിരിക്കുന്നത്. യൂറോപ്പിലെ മിക്ക പള്ളിയും ഗോത്തിക് ശൈലിയിലാണ് പണിഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്തോ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുവാണ്. Location set, boarding bus, got no time to regret. Flight take off, sky is the limit.
നമ്മുടെ ടിക്കറ്റ് ഉപയോഗിച്ച് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ കാണാമായിരുന്നു. ഞങ്ങൾ അതിന് കാസലിൻ്റെ അകത്ത് പോയി. ഈ ബുക്സ് കണ്ടിട്ട് നിയമപുസ്തകം തോന്നുന്നു. ഇതൊരു നമ്പർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ചിറങ്ങി വന്നപ്പോൾ അവിടെ ഒരു പരേഡ് നടക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നത് അത് ഷിഫ്റ്റ് ചേഞ്ച് ചെയ്തതിൻ്റെ എന്നാണ്. റോയൽ പാലസിൻ്റെ സൈഡിലൊക്കെ റെസ്റ്റോറൻ്റ് ആണ്. ഞങ്ങളാണെങ്കിൽ ഇവിടെ സ്റ്റാർബക്സും കണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റാർബക്സ്. പ്രാഗിലുള്ള ഒരു വേറെ പ്രത്യേകതയാണ് ഇങ്ങനത്തെ വിൻറ്റേജ് കാറിൽ സൈറ്റ് സീയിങ്. അങ്ങനെ ഞങ്ങൾ കാഴ്ചയൊക്കെ കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയായി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഇനി നമുക്ക് ട്രാമിലാണ് അടുത്ത സ്ഥലത്തോട്ട് പോകേണ്ടത്. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഇവിടുത്തെ ട്രാമുകൾ. ഇതിവിടുത്തെ പഴയ ട്രാമാണ്. ഇത് കാണുമ്പോൾ എനിക്ക് നമ്മുടെ നാട്ടിലെ പഴയ KSRTCനെ ഓർമ്മ വരുന്നത്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് മെഷീൻ. ഞങ്ങളാണെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ നോക്കിയിട്ട് ഞങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ട്രാമിൻ്റെ അകത്തു നിന്നാണ് ടിക്കറ്റ് എടുത്തത്. സിറ്റിയുടെ അകത്താണ് ഞങ്ങൾ ട്രാമിൽ വന്ന് ഇറങ്ങിയത്. അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ ഈ ചിത്രശലഭത്തിനെ കണ്ടത്. മൈ ഷോപ്പിംഗ് മാളിൻ്റെ വാളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ബട്ടർഫ്ലൈ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ്. ഈ ബട്ടർഫ്ലൈ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായാണോ അതോ കലയെ പ്രോത്സാഹിപ്പിക്കാനാണോ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എന്നറിയില്ല. ഈ എയർക്രാഫ്റ്റ് രണ്ടാം യുദ്ധത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇതിൻ്റെ വേഗത കൊണ്ടും ഇതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഒക്കെ കൊണ്ട് ഇത് ശ്രദ്ധയപ്പെട്ടിരുന്നു. ഈ എയർക്രാഫ്റ്റ് ബട്ടർഫ്ലൈ ആക്കി കളറൊക്കെ അടിച്ച് ഇവിടെ കൊണ്ട് വെച്ചവരൊക്കെ ഒരു ബുദ്ധിയേ. പ്രാഗിൽ എവിടെ തിരിഞ്ഞാലും സൂനീർ കടകളാണ്. നാട്ടിൽ കാണാത്ത രീതിയിലുള്ള കട ഞങ്ങൾ ഇവിടെ കണ്ടു. അതാണ് കനബിസ് ഷോപ്പ്. ഇവിടെ ഇത് ലീഗലി അലൗഡ് ആണ്. അത് മാത്രമല്ല ഇങ്ങനത്തെ ഷോപ്പുകൾ ഞങ്ങൾ ആംസ്റ്റർഡാമിലും പോയപ്പോൾ കണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ഓൾഡ് ടൗൺ സ്ക്വയറിലാണ്. യൂറോപ്പിൽ എല്ലായിടത്തും കാണും ഇങ്ങനെ ഒരു സ്ക്വയർ. ഇവിടെയാണ് ആസ്ട്രോണമിക്കൽ ക്ലോക്ക് സ്ഥിതി ചെയ്യുന്നത്. ഓരോ മണിക്കൂറും നടക്കുന്ന ഇതിൻ്റെ ഷോ കാണാനാണ് ആൾക്കാർ ഇവിടെ കൂടിയേക്കുന്നത്. 1410 പണി ഏൽപ്പിച്ച ഈ ആസ്ട്രോണമിക്കൽ ക്ലോക്കാണ് ഈ ടവറിൻ്റെ പ്രത്യേകത. ഇത് വേറെ ഒരു ക്ലോക്ക് അല്ലേ എന്ന് പറഞ്ഞ് ഇതിനെ അങ്ങനെ ചെറുതാക്കണ്ട. ഇതിനെ നമുക്ക് 12 സ്ലീഹന്മാരെ കാണാം. അതുമാത്രമല്ല ഭൂമിയുടെയും സൂര്യൻ്റെയും ഒക്കെ പൊസിഷൻ നമുക്ക് ഈ ക്ലോക്കിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഇപ്പോഴും പ്രവർത്തിക്കുന്ന ക്ലോക്കാണിത്. മാസ്റ്റർ ഹാർനസ് ആണ് ഈ ക്ലോക്ക് നിർമ്മിച്ചതിന് പ്രധാന പങ്ക് വഹിച്ചത്. എന്നാൽ അന്നത്തെ മേലധികാരികൾ മാസ്റ്റർ ഹാർനസിനോട് ചെയ്ത ക്രൂരത നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. മാസ്റ്റർ ഹാർനസ് ഇനി ഒരിക്കലും ഇങ്ങനത്തെ ഒരു ക്ലോക്ക് ഉണ്ടാക്കാതെ ഇരിക്കാൻ അവരാണെങ്കിൽ മാസ്റ്റർ ഹാർനസിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുത്തി പിന്നെ നാക്കം കണ്ടിച്ചു കളഞ്ഞു. പക്ഷെ മാസ്റ്റർ ഹാർനസ് വിട്ടുകൊടുത്തില്ല. അദ്ദേഹം ക്ലോക്കിൻ്റെ മെക്കാനിക്കൽ പാർട്സിൽ കേട് വരുത്തി. അത് 8 വർഷങ്ങൾക്ക് ശേഷം ഈ ക്ലോക്ക് വീണ്ടും ശരിയാക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആസ്ട്രോണമിക്കൽ ക്ലോക്കൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇവിടുത്തെ ഫേമസ് ആയ ചിമ്മിനി കേക്ക് കഴിക്കാൻ പോയി. ഇതുണ്ടാക്കുന്നത് ഞങ്ങൾ ലൈവായിട്ട് കണ്ടു. നാട്ടിലെ കടകളിൽ പൊറോട്ടയൊക്കെ അടിച്ച് നമ്മുടെ ഫ്രണ്ട് നിന്ന് അത് ചുടുമ്പോഴത്തേക്കും നമുക്ക് കഴിക്കാനൊരു കൊതിയാകത്തില്ലേ?
അതുപോലെ തന്നെയാണ് ഇവരാണെങ്കിൽ ഇവിടെ കേക്ക് ഉണ്ടാക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കൊതിയായി. അങ്ങോട്ട് ഞങ്ങൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനും മീനും ഒരേ ഫ്ലേവറിലുള്ള കേക്കാണ് വാങ്ങിയത്. ഓരോ ഫ്ലേവറായിരുന്നു ഞങ്ങൾ വാങ്ങിയത്. പിന്നെ ഇവിടെ യൂറോ അല്ല കേട്ടോ, ഇവിടുത്തെ കറൻസി എന്ന് പറയുന്നത് ചെക്ക് കൊറോണയാണ്. അതുകൊണ്ട് കാർഡ് പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ചാൾസ് ബ്രിഡ്ജിലോട്ട് പോകാം. ഈ ബ്രിഡ്ജിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബ്രിഡ്ജിൽ നിറച്ചും സ്റ്റാച്ചുകളാണ്. ബെറോക്ക് ശൈലിയിലുള്ള 30 വിശുദ്ധന്മാരുടെ സ്റ്റാച്ചു ഇവിടെ ഉണ്ട്. അവിടെ ഒരു ചിത്രത്തിൽ എല്ലാവരും തൊട്ടുപോയി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. വൾട്ടാവ റിവറിന് കുറുകെ ഓൾഡ് ടൗണിനെയും മാല സ്റ്റാറിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ചാൾസ് ബ്രിഡ്ജ്. സെന്റ് വിക്ടേഴ്സ് കത്തീഡ്രൽ രൂപകൽപ്പന ചെയ്ത പീറ്റർ പാർലർ ആയിരുന്നു ഇതിന്റെ ആർക്കിടെക്ചർ. 1357 ഇത് പണി കഴിപ്പിച്ചത്. 1342 വെള്ളപ്പൊക്കത്തിൽ തകർന്നുപോയ ജൂഡിത്ത് ബ്രിഡ്ജിന് പകരമാണ് ഇത് നിർമ്മിച്ചത്. അവിടെ ഒത്തിരി ആൾക്കാർ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് അവിടെ ഇരുന്ന് വായിക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല പടം വരയ്ക്കുന്നവരും ഉണ്ടായിരുന്നു. ഇതാണ് ചാൾസ് 4. ഇദ്ദേഹമാണ് ചാൾസ് ബ്രിഡ്ജ് പണി കഴിപ്പിച്ചത്. ഈ പള്ളി ചാൾസ് ബ്രിഡ്ജിൻ്റെ അടുത്ത് തന്നെയാണ്. ഇതിൻ്റെ പേര് ദി ചർച്ച് ഓഫ് സെൻറ്റ് ഫ്രാൻസിസ് അസിസി. അടുത്ത സ്ഥലത്തോട്ട് പോകുന്നതോടെ ഞങ്ങൾ പള്ളിയുടെ അകത്ത് കയറിയില്ല. പലതരത്തിലുള്ള മ്യൂസിയങ്ങളും ഇവിടെ ഉണ്ട്. അടുത്ത സ്ഥലത്തോട്ട് പോകണമെങ്കിൽ നമുക്ക് ട്രാമിൽ കയറണം. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനാണ് ഡാൻസിങ് ഹൗസ്. ഇതൊരു പ്രത്യേക തരത്തിലുള്ള സ്ട്രക്ചർ അല്ലേ. ഡാൻസ് ചെയ്യുന്ന ഒരു കപ്പിളിൻ്റെ സാദൃശ്യത്തിലാണ് ഇതിന് ഈ പേര് വന്നത്. ഔദ്യോഗിക രേഖകളിൽ നാഷണൽ നെതർലാൻഡ് ബിൽഡിംഗ് എന്നാണ് ഇതിൻ്റെ പേര്. 1996 ഇതിൻ്റെ പണി പൂർത്തിയായത്. 2ാം ലോകമഹായുദ്ധത്തിൽ ബോംബിട്ട സ്ഥലത്താണ് ഇപ്പോൾ ഈ ബിൽഡിംഗ് നിൽക്കുന്നത്. ഡാൻസിങ് ഹൗസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വെയിലായി. അതുകൊണ്ട് ഞങ്ങൾ നദിയുടെ തീരത്തുള്ള ഒരു പാർക്കിൽ പോയിരുന്നു. ഭയങ്കര ചൂടായതുകൊണ്ട് ഞങ്ങൾ പാർക്കിൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് ഓർത്തു. ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് നമ്മൾ ഇനി അടുത്ത് പോകുന്നത് ഇൻഫിനിറ്റി ബുക്ക് ടവറിലാണ്. ആ പോകുന്ന വഴിക്കാണ് ഞങ്ങൾ കുതിരവണ്ടി കണ്ടത്. ഞങ്ങളിങ്ങനെ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റി. നമ്മൾ ചെമ്മിപ്പോയി ഗൈസ്. ഇവിടെ ആണെങ്കിൽ എന്തോ ഫിലിം ഷൂട്ട് ചെയ്യായിരുന്നു. അങ്ങോട്ട് നമുക്കിനി ഇൻഫിനിറ്റി ബുക്ക് ടവർ കാണാൻ പറ്റില്ല. അങ്ങോട്ട് നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോകാം. അതാണ് റൊട്ടേറ്റിംഗ് ഹെഡ്. സ്റ്റെയിൻലെസ് സ്റ്റീലും കൊണ്ട് 11 മീറ്ററാണ് ഈ സ്റ്റാച്ചു പണിഞ്ഞിരിക്കുന്നത്. റൊട്ടേറ്റ് ചെയ്യുന്ന 42 ലെയറും കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മിതി. 2014 പ്രശസ്ത ചെക്ക് ശില്പിയായ ഡേവിഡ് സെർണിയാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. പ്രശസ്ത എഴുത്തുകാരനായ ഫ്രാൻസ് കഫ്കയുടേതാണ് ഈ ശില്പം. എല്ലാ മണിക്കൂറിലും ഈ സ്റ്റീൽ പ്ലേറ്റുകൾ മൂവ് ചെയ്ത് ഈ കഫ്കയുടെ മുഖം മാറ്റിമറിക്കും. മണിക്കൂറിലെ ആദ്യത്തെ 15 മിനിറ്റിലാണ് ഈ ഷോ. ഇനി നമ്മൾ പോകുന്നത് തൂങ്ങിക്കിടക്കുന്ന മനുഷ്യനെ കാണാനാണ്. ഡേവിഡ് സെർണി എന്ന പ്രശസ്തമായ ചെക്ക് ശില്പിയുടെ ശില്പമാണിത്. ഇത് ഉയർത്തി നടക്കുമ്പോൾ ശരിക്കുള്ള മനുഷ്യനാണെന്ന് തോന്നുന്നു. 1997 ഇത് നിർമ്മിച്ചത്. നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ഡെസ്റ്റിനേഷനായ പ്രാഗിലെ ഏറ്റവും ചെറിയ വീട് കാണാനാണ് നമ്മളിനി പോകുന്നത്. നമ്മൾ ട്രാമിൽ കയറി കുറച്ച് നടക്കണം. ഇതാണ് പ്രാഗിലെ ഏറ്റവും ചെറിയ വീട്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മൾ ചെക്ക് ഫുഡാണ് കഴിക്കാൻ പോകുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾക്ക് വീണ്ടും എനർജിയായി. ഇനി ഞങ്ങൾ തിരിച്ച് പോവാണ്. അങ്ങനെ പ്രാഗ് ഫുൾ ചുറ്റിക്കണ്ട് ഞങ്ങൾ അങ്ങനെ പ്രാഗിനോട് വീട് പറയുകയാണ് ഗൈസ്. ഞങ്ങൾക്ക് പോകാനുള്ള ട്രാവലിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ ശരിക്കും മടുത്ത്. ഞങ്ങളാണെങ്കിൽ ഒത്തിരി വെയിൽ കൊണ്ടു, പിന്നെ കാലുവേദനയായി, ഒത്തിരി മടുത്തായിരുന്നു. ഇതേ നമ്മുടെ ട്രാം ഒന്ന് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു പുത്തൻ ട്രാവൽ വീഡിയോ ആയിട്ട് ഉടനെ വരും എന്നുള്ള പ്രതീക്ഷയോടെ മാളു മിനി വ്ളോഗ് സൈനിങ് ഔട്ട്.